കാലടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ബസ് ടെർമിനൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് LDF കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPN അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി കാലടി മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു. UDF ഭരിക്കുന്ന കാലടി പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുന്ന ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അശാസ്ത്രീയമാണെന്നാരോപിച്ച് LDF കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇപ്പോൾ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പ്രൊജക്ട് 13 കോടി രൂപ വകയിരുത്തി 3 നിലകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണി ആരംഭിക്കാൻ പോവുകയാണ്. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സമീപത്തു നിന്ന് ആരംഭിച്ച പ്രകടനം കാലടി പട്ടണം ചുറ്റി പഞ്ചായത്തിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ് ഉദ്ഘാടനം ചെയ്തു. MC റോഡ് 6 വരി പാതയാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റേണ്ടതായി വരും. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി തെറ്റായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ഗോപകുമാർ കാരിക്കൊത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ LDF നേതാക്കളായ MT വർഗീസ്, M മുകേഷ്, മാത്യൂസ് കോലഞ്ചേരി, ബേബി കാക്കശ്ശേരി, ജെയ്സൺ പാനിക്കുളങ്ങര, മാർട്ടിൻ മുണ്ടാടൻ, സിജോ ചൊവ്വരാൻ, AP ജിബി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയത് മൂലം കാലടിയിൽ ഗതാഗത കുരുക്കും ബസ് സർവീസ് പ്രതിസന്ധിയിലുമാണ്. അങ്കമാലി കാലടി മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്